BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനപ്പുറം വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യം, CPI കരട് രാഷ്ട്രീയ പ്രമേയം. ബിജെപിയുടെ വളർച്ച കണക്കുകൂട്ടലിനും അപ്പുറമെന്ന് CPIയുടെ കരട് രാഷ്ട്രീയ പ്രമേയം. പാർട്ടി കോൺഗ്രസിൽ ചർച്ച ചെയ്യുവാൻ പോകുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിലാണ് പരാമർശം. ബിജെപിക്കെതിരെ വേണ്ടത് വിശാല ഇടതുപക്ഷ ഐക്യം തന്ത്രപരമായ അനിവാര്യതയെന്ന് CPI പ്രമേയത്തിൽ വ്യക്തമാക്കി. ഐക്യം തിരഞ്ഞെടുപ്പ് ഗണിതമാക്കരുത്, അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. അധികാരം ഉപയോഗിച്ച് സമഗ്ര മേഖലയിലും BJP കടന്നുകയറി. തിരഞ്ഞെടുപ്പുകളെ സീസണലായി മാത്രം കാണരുത്. പ്രതീകാത്മക സ്ഥാനാർത്ഥിത്വങ്ങൾ ഒഴിവാക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ജനങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുവാനുള്ള അവസരമാക്കി മാറ്റണം. നേതൃതലത്തിൽ പുതുതലമുറയെ വളർത്തിക്കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. CPIക്ക് വേണ്ടത് സ്വയം നവീകരണം, രൂപത്തിൽ മാത്രമല്ല ഉള്ളടക്കത്തിലും പൈതൃകം കാക്കണം. പുതുതലമുറ കമ്മ്യൂണിസ്റ്റുകൾക്ക് വഴികാട്ടേണ്ടത് CPI ആണ്. ഐക്യം തെരഞ്ഞെടുപ്പ് ഗണിതമാക്കരുത്, അവസരവാദ സഖ്യങ്ങൾ ഗുണം ചെയ്യില്ലെന്നും രാഷ്ട്രീയ പ്രമേയം വിലയിരുത്തുന്നു. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സമ്മേളനം ഇന്ന് ആലപ്പുഴയിൽ തുടങ്ങും. രാവിലെ 11 മണിക്ക് പ്രതിനിധി സമ്മേളനം പാർട്ടി ജനറൽ സെക്രട്ടറി D. രാജ ഉദ്ഘാടനം ചെയ്യും. 39 ക്ഷണിതാക്കളടക്കം 528 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കൊല്ലത്ത് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ സംഘർഷം, വിദ്യാർത്ഥിയുടെ മൂക്കിന് ഗുരുതര പരിക്ക്. കൊല്ലം ജില്ലയിലെ അഞ്ചാലമ്മൂട് സ്കൂളിൽ +2 വിദ്യാർത്ഥിയും കായിക അധ്യാപകനും തമ്മിലുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിച്ചു. സംഘർഷത്തിൽ വിദ്യാർത്ഥിയുടെ മൂക്കിന് ഗുരുതരമായ പരിക്കേറ്റു. തലയ്ക്കും പരിക്കുകളുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ സംഭവത്തിൽ അധ്യാപകനും പരിക്കേറ്റതായി വിവരമുണ്ട്. ഒരു വിദ്യാർത്ഥിനിയെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ അധ്യാപകനായ റാഫി ഇടപെട്ടതാണ് സംഘട്ടനത്തിന് കാരണമായത്. ഈ സംഭവത്തിൽ വിദ്യാർത്ഥി പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. പാലക്കാട് യുവതി ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ, ഭർത്താവ് മർദ്ദിക്കാറുണ്ടെന്നാരോപിച്ച് ബന്ധുക്കൾ. പാലക്കാട് പുതുപരിയാരത്ത് യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമന്ത ചോളൂട് സ്വദേശി 29-കാരി മീരയാണ് മരിച്ചത്. ഭർത്താവിന്റെ മർദ്ദനമാണ് മരണകാരണമെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തി. ഭർത്താവ് മർദ്ദിച്ചു എന്ന് പരാതിപ്പെട്ട് ചോളൂട് സ്വദേശി മീര ഇന്നലെ സ്വന്തം വീട്ടിലെത്തിയിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകാമെന്ന് വീട്ടുകാർ പറഞ്ഞുവെങ്കിലും രാത്രിയോടെ ഭർത്താവ് അനൂപ് യുവതിയെ വീട്ടിലേക്ക് നിർബന്ധിച്ച് കൊണ്ടുപോവുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇന്ന് രാവിലെയോടെ ഹേമാംബിക നഗർ പോലീസാണ് മീര മരിച്ചെന്ന് ബന്ധുക്കളെ വിവരമറിയിച്ചത്. 29-കാരിയായ മീരയുടെ രണ്ടാം വിവാഹമായിരുന്നു പുതുപരിയാരം സ്വദേശി അനൂപുമായി നടന്നത്. 1 വർഷം മുൻപായിരുന്നു ഇത്. അനൂപ് നിരന്തരം മർദ്ദിക്കാറുണ്ടെന്ന് മീര പരാതി പറഞ്ഞിരുന്നു എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസിന്റെ നിലപാട്. വാഹനത്തിന് സൈഡ് നൽകിയില്ല, കോൺഗ്രസ് അനുഭാവി നിസാർ കുമ്പിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് മർദ്ദനം. കോൺഗ്രസ് അനുഭാവി നിസാർ കുമ്പിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് മർദ്ദനം. മലപ്പുറം ചങ്കരംകുളം വളയംകുളത്ത് വെച്ചാണ് സംഭവമുണ്ടായത്. മാസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. 4 മാസം മുൻപാണ് ആക്രമണം നടന്നത്. കാറിലുണ്ടായിരുന്ന യുവാക്കൾക്ക് നേരെയാണ് മർദ്ദനം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചാണ് നിസാർ മർദ്ദിച്ചത്. യുവാക്കളെ ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോയിലുണ്ട്. വാഹനത്തിൽ പോവുകയായിരുന്ന യുവാക്കളെ തടഞ്ഞുവെക്കുകയും നിസാർ മർദ്ദിക്കുകയുമാണ് ചെയ്തത്. സംഭവം നടന്ന സമയത്ത് തന്നെ യുവാക്കൾ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. കൊല്ലുമെന്നടക്കം യുവാക്കളെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. യുവാക്കളുടെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് നിസാറിനെ പിടികൂടിയിരുന്നു. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് ആരോപിച്ചാണ് നിസാർ മർദ്ദിച്ചതെന്ന് ആക്രമണത്തിനിരയായ യുവാക്കൾ പറഞ്ഞു. അറസ്റ്റിന് പിന്നാലെ നിസാറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന് വേണ്ടി സൈബർ ഇടങ്ങളിൽ ശബ്ദമുയർത്തുന്ന വ്യക്തിയാണ് നിസാർ. ഇന്ത്യൻ ഭരണഘടനയെയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുവാൻ അവർക്ക് താൽപര്യമില്ല, മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ഖാർഗെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുവാൻ ഇരുവർക്കും താൽപര്യമില്ലെന്ന് ഖാർഗെ പറഞ്ഞു. ഗുജറാത്തിലെ ജുനഗഡിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുക എന്നത് സാധാരണമാണ്. ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുകയാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. മഹാത്മാഗാന്ധിയെയും വല്ലഭായ് പട്ടേലിനെയും പോലുള്ളവർ ജനിച്ചു വളർന്നതും രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നതുമായ നാട്ടിൽ ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് വളരെ ശ്രേഷ്ഠമാണ്. അവർ കാരണമാണ് രാജ്യം ഒന്നിച്ചത്. എന്നാൽ മറ്റ് രണ്ടു പേർ ഭരണഘടന സുരക്ഷിതമായി തുടരുവാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ജനാധിപത്യം സംരക്ഷിക്കുവാനും താൽപര്യമില്ല, ഖാർഗെ പറഞ്ഞു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചു. ഞങ്ങൾക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. കിട്ടാവുന്ന അത്രയും വോട്ടുകൾ ഞങ്ങൾക്ക് ലഭിച്ചു, അദ്ദേഹം പറഞ്ഞു. അതേസമയം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നതിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ അതൃപ്തി എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വോട്ട് ചോർന്നത് എല്ലാ പാർട്ടികളും അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞു. ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇന്ത്യ സഖ്യത്തിലെ ഓരോ പാർട്ടികളും പരിശോധിക്കണമെന്നും മനീഷ് തിവാരി ആവശ്യപ്പെട്ടു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുവാൻ പദ്ധതിയിട്ട ISIS സംഘത്തെ തകർത്ത് ഡൽഹി പോലീസ്, 8 പേർ അറസ്റ്റിൽ. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്തുവാൻ പദ്ധതിയിട്ട ISIS ഭീകര സംഘത്തെ തകർത്ത് ഡൽഹി പോലീസ്. ISIS ഭീകരൻ ഡാനിഷ് ആഷർ അടക്കം 8 പേർ അറസ്റ്റിൽ. ഭീകരരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. ഡൽഹിയിൽ വൻ ആക്രമണ പദ്ധതി നടത്തുവാൻ ലക്ഷ്യം വെച്ച ISIS ഭീകര സംഘത്തെയാണ് ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ തകർത്തത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ 8 ഭീകരവാദികളെ അറസ്റ്റ് ചെയ്തു. ഝാർഖണ്ഡിലെ ബൊക്കോറോ നിവാസിയായ ഭീകരൻ ഡാനിഷ് ആഷറിനെ റാഞ്ചിയിൽ നിന്നും ഝാർഖണ്ഡ് പോലീസ് ഭീകരവിരുദ്ധ സംഘത്തിന്റെ സഹായത്തോടെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇസ്ലാം നഗറിലുള്ള ഒരു ലോഡ്ജിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ഡൽഹിയിൽ നിന്നും ഭീകരബന്ധമുള്ള ആഫ്താബ് എന്നയാളും അറസ്റ്റിലായി. ഇയാൾ മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇരുവരുമാണ് ആക്രമണ പദ്ധതിയുടെ ആസൂത്രണത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. രാജ്യവ്യാപകമായി നടന്ന റെയ്ഡിൽ ഭീകരബന്ധം കണ്ടെത്തിയ മറ്റ് 6 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. വിദേശത്തു നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് സംഘം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ച വിവരം. 2 സംസ്ഥാനങ്ങളിലായി ഭീകരരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്റലിജന്റ് ഇൻ കാർ അസിസ്റ്റ് ഫീച്ചറുള്ള ഇന്ത്യയിലെ ആദ്യ വാഹനം ബസാൾട്ട് എക്സിനെ വിപണിയിൽ അവതരിപ്പിച്ച സിട്രോൺ. ബസാൾട്ട് എക്സിനെ വിപണിയിൽ അവതരിപ്പിച്ച സിട്രോൺ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റലിജന്റ് ഇൻ കാർ അസിസ്റ്റ് ഫീച്ചറായ CARAയുമായാണ് ബസാൾട്ട് എക്സിന്റെ വിപണിയിലേക്കുള്ള വരവ്. ബസാൾട്ട് എക്സിന്റെ ആദ്യ വകഭേദത്തിന് 7.95 ലക്ഷം രൂപ മുതലാണ് വില. എല്ലാ സൌകര്യമുള്ള വകഭേദത്തിന് 12.89 ലക്ഷം രൂപയുമാണ് വരുന്നത്. വാഹനത്തിന്റെ ബുക്കിംഗ് ആരംഭിച്ചു. ക്രൂസ് കൺട്രോൾ വിത്ത് സ്പീഡ് ലിമിറ്റർ, 7 മോഡുകളുള്ള ഹാലോ 360 ഡിഗ്രി ക്യാമറ, ട്രോപ്പിക്കൂൾ വെന്റിലേറ്റഡ് സീറ്റുകൾ, ഓട്ടോ ഡിമ്മിംഗ് ഇലക്ട്രോ ക്രോമിക് മിററുകൾ ഉൾപ്പെടെയുള്ള സവിശേഷതകളോടുകൂടിയാണ് സിട്രോൺ കുപ്പെ SUV വിഭാഗത്തിൽ ബസാൾട്ട് എക്സിനെ എത്തിച്ചിരിക്കുന്നത്. 6 എയർ ബാഗ്, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ടയർ പ്രഷർ മോണിറ്ററിംഗ്, ഐസോഫിക്സ് മൌണ്ട് എന്നിവയടങ്ങിയ സുരക്ഷാ ഫീച്ചറുകളും വാഹനത്തിലുണ്ട്. U+ മാക്സ് എന്നിങ്ങനെ 3 വകഭേദങ്ങളിലാണ് ബസാൾട്ട് എക്സ് മാക്സ് എത്തുന്നത്. 82 HP, 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് U വകഭേദത്തിന് വരുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.